morning dear students. നമുക്കിന്ന് പുതിയൊരു മോഡ്യൂളിലേക്കാണ് നമ്മൾ പോവാനായിട്ട് പോകുന്നത്. അപ്പോൾ പുതിയ മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ബിസിനസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ പ്രൊഫഷൻ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണ് ബിസിനസ് എന്ന് പറയുന്നത്? ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു സർവീസോ വേറൊരാൾക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. അതേസമയം പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു സ്കില്ല് അത് ഡെവലപ്പ് ചെയ്ത് അത് മറ്റുള്ളവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പ്രൊഫഷൻ എന്ന് പറയുന്നതും രണ്ടും രണ്ട് ടേമായിട്ടാണ് ആസ് പെർ ദ ഇൻകം ടാക്സ് ആക്റ്റിൽ വരുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ആക്റ്റിൽ നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഹെഡായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും അതുപോലെ തന്നെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അതോടൊപ്പം തന്നെ കുറച്ചൊരു അക്കൗണ്ടിങ് ടേമും കൂടി മറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റീസാണ്. അതായത് പർച്ചേസ് ആൻഡ് സെയിൽ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റീസാണ് നമ്മൾ ബിസിനസ് കൺസേണിൽ നടക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രേഡിംഗ് കൺസേൺ. അതേസമയം ഒരു പ്രൊഫഷണൽ കൺസേൺ എന്ന് പറയുന്നത് കൺസൾട്ടൻസി ആണ് നമ്മൾ എടുക്കുന്നത്. കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ ഒരു ടാലൻ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ടേം നമ്മൾ നോക്കുമ്പോൾ ബിസിനസ് കൺസേണിന് നമ്മൾ എന്ത് അക്കൗണ്ട്സ് ആണ് കീപ്പ് ചെയ്യുന്നത്? അതായത് നമുക്ക് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ട്രേഡിംഗ്, P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ്. അതേസമയം നമുക്ക് പ്രൊഫഷൻ ആണെങ്കിൽ നമുക്ക് യൂഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ്, ഇത്രയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് അല്ലെങ്കിൽ എക്സ്പെൻസ് ഓവർ ഇൻകം അല്ലെങ്കിൽ ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, ആ ഒരു ടേമിൽ നിന്നാണ് നമ്മുടെ ബേസ് ഓഫ് ദ കാൽക്കുലേഷൻ നിൽക്കുന്നത്. ഇനി ആദ്യം നമ്മൾ ബിസിനസ് പഠിക്കും, പിന്നീടാണ് നമ്മൾ പ്രൊഫഷൻ പഠിക്കുന്നത്. രണ്ടിൻ്റെയും കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ എടുക്കുമ്പോൾ അലൗഡ് എക്സ്പെൻസും ഡിസലൗഡ് എക്സ്പെൻസും അതുപോലെ തന്നെ അലൗഡ് ഇൻകവും ഡിസലൗഡ് ഇൻകവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുന്നത് സെക്ഷൻ 28 തുടങ്ങിയിട്ട് സെക്ഷൻ 44D വരെയുള്ള കാൽക്കുലേഷൻസ് ആണ്, നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇൻകം ഫ്രം സാലറിയും അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം നമ്മൾ ഇന്ന് മുതൽ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനാണ്. ഓക്കെ, റെഡി ആയില്ലേ? ഇപ്പോൾ ഏകദേശം ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇൻകം ഫ്രം ബിസിനസ് എന്താണെന്നും അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ എന്താണെന്നും അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്നും പറഞ്ഞു. അതിൻ്റെ ബേസിക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ബിസിനസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെന്നും അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഫഷൻ ആണെങ്കിൽ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആണ് നമ്മളുടെ ബേസ് ഓഫ് ദ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് പോകാം. സെക്ഷൻ 28 തുടങ്ങിയിട്ട് സെക്ഷൻ 44D വരെയുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ബിസിനസ് ആണ്. പേജ് നമ്പർ 159 എടുക്കും എല്ലാവരും. പേജ് നമ്പർ 159 സെക്ഷൻ 2 സബ്സെക്ഷൻ 13 വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബിസിനസ് എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ബിസിനസ് ഇൻക്ലൂഡ്സ് ദ ട്രേഡ്, commerce,
manufacture, or any adventure or concern in the nature of trade, commerce, or manufacture. So this is the definition of business. So it includes, sometimes it may be trade, sometimes it may be commerce, sometimes it may be a manufacture, or any type of business organization. Sometimes it is a firm, sometimes it is a private company, sometimes it may be a public limited company. So if there is any organization, the operation of an organization is trade, commerce, or manufacture. It gives a clear definition of the business according to section 213. Okay. The next one, what is the meaning of the profession? It gives the explanation by section 236. So under section 236, the meaning of profession, that means it includes the vocation. Means a vocation means a skill or the talent. Profession requires purely intellectual skill or the manual skill on the basis of some special learning. It is inborn talent or it is acquired by education or using any other source. So the meaning of definition under section 236, it includes the vocation and it requires intellectual skill or the manual skill on the basis of some special learning or any other source. So clear, business-ന്റെയും profession-ന്റെയും definition. ബിസിനസ്സിൻ്റെ കേസിലാണെങ്കിൽ സെക്ഷൻ 213 പ്രകാരവും അതുപോലെ തന്നെ പ്രൊഫഷൻ്റെ കേസിലാണെങ്കിൽ 236ലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ക്ലിയർ ആക്കാനായിട്ട് ദ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധാരണ 2 മാർക്കിൻ്റെ ചോദ്യം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓർ ഗിവ് ദ ഡെഫിനിഷൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഓൺലി ദ പോയിൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ബിസിനസ്. So what is the actual definition of business? Business includes any trade, commerce or manufacture or any adventure or concern in the nature of trade, commerce or manufacture. From the above definition, we can make out that business means any continuous or systematic or organized activity carried on with the intention to earn profit. Main motive of a business organization must be to maximize the profit, that means to earn profit. Even a single transaction can be business if it is aimed to earning profit. The main aim or main goal of a business organization to earn profit. That is the main object. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ആയിരിക്കാം, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അവിടെ ഒരു ഇൻകോർപ്പറേഷൻ, ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വേണം. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ മീൻസ് പ്രൊപ്രൈറ്ററി ഫേം ആയിരിക്കാം, പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പനി ആയിരിക്കാം. എനി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിലും വാട്ട് ഈസ് ദെയർ മെയിൻ ഒബ്ജക്റ്റ് ഓർ വാട്ട് ഈസ് ദെയർ മെയിൻ ഗോൾ, ദാറ്റ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. ലാഭേച്ഛയോടുകൂടി രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം. ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വാണിജ്യമായിരിക്കാം, വ്യവസായമായിരിക്കാം, അല്ലെങ്കിൽ കച്ചവടമായിരിക്കാം. അത് അങ്ങനെയുള്ള ഒരു ടേമിനെയാണ് സെക്ഷൻ 213 പ്രകാരം ദ ബിസിനസ് എന്ന് ഇൻകം ടാക്സ് ആക്റ്റിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, ദ പ്രൊഫഷൻ. സെക്ഷൻ 236 ആണ് നമുക്ക് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ടു ഇൻക്ലൂഡ് വൊക്കേഷൻ. ദ വേർഡ് പ്രൊഫഷൻ എംപ്ലൈസ് professed attainments in special knowledge which is to be acquired only after patient study and application. There must be a clear or detailed study of about any particular subject, or they will concentrate about a special talent. These persons are known as the professionals. So they acquire the special knowledge about a particular subject, giving a patient study and application. Then the profession includes self-employment.
സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു മേഖലയെ നമ്മൾ എന്തായിട്ട് പറയാം? പ്രൊഫഷൻ എന്ന് പറയാം. അങ്ങനെ സ്വയമായിട്ട് തൊഴിൽ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ടാലൻറ്റോ അല്ലെങ്കിൽ ഒരു സ്കില്ലോ അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു നോളേജോ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്താനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. If a person carried any activity on account of inborn talents or skill and attributes, any income derived therefrom, it shall also be considered as professional income. Okay. ചിലർക്ക് വരയ്ക്കാനുള്ള കഴിവായിരിക്കാം, ചിലർക്ക് എഴുതാനുള്ള കഴിവായിരിക്കാം. എഴുതാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കഥ എഴുതുന്നവരുണ്ടായിരിക്കാം, നോവൽ എഴുതുന്നവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ കവിത എഴുതുന്നവരുണ്ടായിരിക്കാം. അവരെല്ലാവരും കലാകാരന്മാരാണ്. അവർക്കൊക്കെ ആ കഴിവ് എന്ന് പറയുന്നത് ഇൻബോൺ ടാലൻ്റ് ആണ്. ചിലപ്പോൾ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്നവരായിരിക്കാം, ശില്പികളായിരിക്കാം. എനിവേ അവരുടെ ഇൻബോൺ ടാലൻ്റ് ഉപയോഗിച്ചുകൊണ്ട് അവരൊരു പ്രൊഫഷണലായിട്ട് വരികയാണെങ്കിൽ ആ പ്രൊഫഷണൽ, ഇപ്പോൾ നമുക്ക് ഗോൾഡ് സ്മിത്ത് പറയാം, അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് എന്ന് പറയാം. അവരൊക്കെ ഇൻബോൺ ടാലൻ്റ് വെച്ചൊരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ, ഇൻകം ഏൺഡ് ബൈ റെൻഡറിങ് ഡിസ്കോഴ്സസ് ഓൺ ഫിലോസഫി, റിലീജിയൻ എക്സെട്ര. അവരെ നമുക്ക് എന്തായിട്ട് പറയാം? പ്രൊഫഷൻ എന്ന് പറയാം. ഫോട്ടോഗ്രാഫി അതൊരു സ്പെഷ്യലായിട്ടുള്ള പ്രൊഫഷനാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അഡ്വക്കേറ്റ്സ്, അവർ എഡ്യൂക്കേഷൻ ബേസ്ഡ് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന് എഡ്യൂക്കേഷൻ ബേസിസിൽ അക്വയർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷൻ, നെക്സ്റ്റ് വൺ ഇൻബോൺ ടാലൻ്റ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും ബേസ് എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മളുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇവരെയൊക്കെ നമ്മൾ ഒരു കാറ്റഗറിയിലേക്ക് കൺക്ലൂഡ് ചെയ്യുകയാണ് ആസ് പെർ സെക്ഷൻ 236. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ്? ദാറ്റ് ഈസ് ദ പ്രൊഫഷൻ. അപ്പോൾ സ്വയമായിട്ടുള്ള ഇൻബോൺ ടാലൻറ്റോ അല്ലെങ്കിൽ അക്വയർ ചെയ്തിട്ടുള്ള ഒരു സ്കില്ലോ ടാലൻറ്റോ ഉപയോഗിച്ച് സ്വന്തമായിട്ട് സർവീസ് ചെയ്ത് പണം സമ്പാദിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രൊഫഷനായിട്ട് പറയുന്നു. അപ്പോൾ ദ ബേസ് ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ദ ടേം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പേജ് നമ്പർ 161 എടുക്കാം. പേജ് നമ്പർ 161 പറയുന്നത് ഇമ്പോർട്ടൻറ്റ് റൂൾസ് റിഗാർഡിംഗ് അസസ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ. നമ്മളിവിടെ പഠിക്കേണ്ടത് എന്താണ് ബിസിനസ് എന്നോ അല്ല നമ്മൾ പഠിക്കേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇത്രയും കാലം പഠിച്ചതിൽ നിന്ന് നമുക്കറിയാം ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് according to the Income Tax Act 1961. So what are the rules related to the calculation of income from business or profession? അതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. സോ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ സർട്ടൻ കീ പോയിൻറ്റ്സ് നമ്മളുടെ മെമ്മറിയിൽ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. സോ വാട്ട് ആർ ദ കീ പോയിൻറ്റ്സ്? ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ an SSC. ഒരു SSC നമുക്കറിയാം. SSC എന്ന് പറയുന്നത് ആരാണ്? ഒരു ടാക്സ് പെയർ ആണ്. ഈ ടാക്സ് പെയർ നടത്തുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആരുടെയാണോ ഇൻകം ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അദ്ദേഹമായിരിക്കണം ബിസിനസ് ക്യാരി ചെയ്യുന്നത്. സോ ഇറ്റ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ ദ SSC. നെക്സ്റ്റ് കീ പോയിന്റ് ഈസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഈ പ്രീവിയസ് ഇയറിൽ നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ ദർ ഈസ് നോ ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയറിൽ നമ്മൾ ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺലി പ്രോഫിറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ ആർ ടു ബി ടാക്സ്ഡ്. ഇഫ് ദർ ഈസ് എനി ലോസ് ദർ ഈസ് നോ ടാക്സ്. ലാഭമുണ്ടെങ്കിൽ മാത്രമേ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ലാഭമില്ല എന്നുണ്ടെങ്കിൽ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല. അതായത് ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഇറ്റ് കനോട്ട് ബി ടേക്കൺ ഇൻ ദ ഇൻകം ഫ്രം ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ആസ് പെർ ദ ഇൻകം ടാക്സ് ആക്ട് 1961.
അപ്പോൾ ലാഭമുണ്ടെങ്കിൽ മാത്രം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോയാൽ മതി. നെക്സ്റ്റ് കീ പോയിന്റ് ഈസ് ഇൻകം ഇൻക്ലൂഡ്സ് negotiative income, that is loss. Income includes negative income, that is loss. അതായത് നമുക്കറിയാം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുമ്പോൾ ഇൻകത്തിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പെൻസ് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ലോസ്, നഷ്ടം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? നഷ്ടമാണെങ്കിൽ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ലാഭത്തിനേക്കാൾ കൂടുതലായിട്ട് ചിലവ് വരികയാണെങ്കിൽ നഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് എന്തിലേക്ക് മാറും? ലോസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറും. ഇനി റെലവൻസ് ഓഫ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്, ദാറ്റ് ഈസ് ക്യാഷ് ഓർ മെർക്കൻഡൈൽ സിസ്റ്റം. ഇറ്റ് ഈസ് ദ റൂൾ റിലേറ്റഡ് ടു ദ അക്കൗണ്ടിങ്. എല്ലാവരും ബികോം സ്റ്റുഡൻസ് എല്ലാവരും തന്നെ അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ളവരാണ്. അവിടെ ക്യാഷ് സിസ്റ്റം അല്ലെങ്കിൽ മെർക്കൻഡൈൽ സിസ്റ്റം എന്ന് പറയുന്ന രണ്ട് ടേം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ദ ക്യാഷ് ട്രാൻസാക്ഷൻ. അതേസമയം മെർക്കൻഡൈൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലാണ് മെർക്കൻഡൈൽ സിസ്റ്റം എന്ന് പറയുന്നത്. റെലവൻസ് ഓഫ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ക്യാഷ് സിസ്റ്റമോ അല്ലെങ്കിൽ മെർക്കൻഡൈൽ സിസ്റ്റമോ നമുക്ക് ഫോളോ ചെയ്യണം. നെക്സ്റ്റ് വൺ, എ പേഴ്സൺ കനോട്ട് ഡു ബിസിനസ് വിത്ത് വൺ സെൽഫ്, ഹെൻസ് നോഷണൽ പ്രോഫിറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. എ പേഴ്സൺ കനോട്ട് ഡു ബിസിനസ് വിത്ത് വൺ സെൽഫ്. സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നതിലേക്ക് വരില്ല. If a proprietor withdraws goods costing rupees 50,000 for personal use at an agreed value of rupees 60,000, then profit of rupees 10,000 shall not be taxable. That is a clear point to be noted in your mind while calculating the income from business or profession. എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്? പ്രൊപ്രൈറ്റർ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരു 50,000 രൂപ വിലയുള്ള ഗുഡ്സ്, 50,000 രൂപയുടെ കോസ്റ്റുള്ള ഗുഡ്സ് നമ്മൾ വാങ്ങി എടുത്ത് വിഡ്രോ ചെയ്ത് കൊണ്ടുപോയി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡ്രോയിങ്. ഡ്രോയിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. അപ്പോൾ 50,000 വാങ്ങിയ സാധനം 60,000 രൂപയുടെ ഒരു അഗ്രീഡ് വാല്യൂവിന് സ്വന്തം പ്രൊപ്രൈറ്ററി ഫേമിൽ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ പ്രോഫിറ്റ് ഓഫ് 10,000. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഫ്രം ബിസിനസ്. ആ 10,000 രൂപ നമ്മൾ ഒരിക്കലും ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട് നമ്മൾ പ്രൊപ്രൈറ്ററുടെ ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗുഡ്സ് ഓർ സർവീസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് അതിന് വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ നോട്ട് ബി ടാക്സബിൾ. അതൊരിക്കലും ടാക്സബിളായിട്ട് കണക്കാക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ലീഗൽ ആൻഡ് ഇല്ലീഗൽ ബിസിനസ് ഫോർ ടാക്സേഷൻ പർപ്പസ്. ഇവിടെ നമ്മൾ ടാക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ സ്പെക്കുലേഷൻ ബിസിനസ് ആയിരിക്കും നടത്തിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വേറെ സ്പെസിഫൈഡ് ബിസിനസ് ആയിരിക്കും നടത്തിയിട്ടുണ്ടാവുക. അതെന്താണെന്ന് പിന്നീട് ഞാൻ പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് ഓർ ദ സ്പെക്കുലേറ്റഡ് ബിസിനസ്? എന്ത് ബിസിനസ് ആയാലും അതിനൊരു നിയമപരമായിട്ടുള്ള ഒരു പിന്തുണ ഉണ്ടായിരിക്കണമെന്ന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പറയുന്നില്ല. എനി ബിസിനസ് കണ്ടക്റ്റഡ് ബൈ ദ SSC ഇറ്റ് ഈസ് ടാക്സബിൾ ഇഫ് ദർ ഈസ് എനി പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലീഗൽ ആയാലും ഇല്ലീഗൽ ആയാലും നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഈവൻ ഇൻകം ഫ്രം ഇല്ലീഗൽ ബിസിനസ് ഷാൽ ബി ടാക്സബിൾ. അതായത് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്, ഇല്ലീഗൽ ആണെങ്കിലും ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നതിൽ ടാക്സബിൾ ആണ്. ഓക്കെ, ദീസ് ആർ ദ കീ പോയിന്റ്സ് ടു ബി നോട്ടഡ് വൈൽ കാൽക്കുലേറ്റിംഗ് ദ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. നെക്സ്റ്റ് നിങ്ങൾ എടുക്കേണ്ട പേജ് നമ്പർ എന്ന് പറയുന്നത് 159 159 സെക്ഷൻ 28 നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഹെഡിങ് ഒന്നും നിങ്ങളുടെ ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, ഇറ്റ് ഈസ് ദ സ്കോപ്പ് ഓഫ് ബിസിനസ് ഇൻകം. സ്കോപ്പ് ഓഫ് ബിസിനസ് ഇൻകം ആണ് സെക്ഷൻ 28 പറയുന്നത്.
അത് പോയിൻ്റ് വൈസ് ആയിട്ട് ഞാൻ ഈ പവർ പോയിന്റിൽ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് പോയിൻ്റ് വൈസ് ആയിട്ട് എഴുതാം. അതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് കുറേ 10-15 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്ന് നിർബന്ധമില്ല. നന്നായി പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക് അത് വായിച്ചു നോക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അതെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 159 സെക്ഷൻ 28 എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ബിസിനസ് ഇൻകം? Clear. First one, income by way of profits and gains from business or profession carried on by the SSC at any time during the previous year. നേരത്തെ പറഞ്ഞിട്ടുള്ള കീ പോയിൻറ്റ്സ് തന്നെയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. പക്ഷെ അതൊരു അണ്ടർ ദ ഹെഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് ഇൻകം എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് ആര് നടത്തുന്നതായിരിക്കണം? ഒരു SSC എന്ന് പറയുന്നത് ആൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് പ്രീവിയസ് ഇയറിൽ അവിടെ ബിസിനസ് നടത്തിയിട്ടുണ്ടായിരിക്കണം. അതിൽ നിന്ന് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ 3 ഫാക്ടേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷൻ എന്ന് പറയുന്നത് SSC നടത്തിയിട്ടുള്ളതായിരിക്കണം. ബിസിനസ് നടത്തിയിട്ടുള്ളത് പ്രീവിയസ് ഇയറിലായിരിക്കണം. അതിൽ നിന്ന് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എനി കോമ്പൻസേഷൻ ഓർ അതർ പേയ്മെൻറ്റ് ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ എനി പേഴ്സൺ ഫോർ ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ഓഫ് ഏജൻസി ആൻഡ് എനി പേഴ്സൺ ഓൺ ടേക്ക് ഓവർ ഓഫ് അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ബൈ ദ ഗവൺമെൻറ്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് എനി കോമ്പൻസേഷൻ ഓർ അതർ പേയ്മെൻറ്റ് ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ ഏതെങ്കിലും ഒരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേയ്മെൻറ്റ് മുൻപ് കിട്ടാനുള്ളത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയിലാണ്? എനി പേഴ്സൺ ഫോർ ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ഓഫ് ഏജൻസി. അതായത് ഒരു ഏജൻസി നടത്തിയിട്ട് അതിൻ്റെ ടേമിനേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ്റെയോ ബേസിലായിരിക്കാം. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് എനി പേഴ്സൺ ഓൺ ടേക്ക് ഓവർ ഓഫ് അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്യുന്നത്? എനി അസറ്റ്സ് ഓഫ് ദ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു അസറ്റ്സ് ഗവൺമെൻറ് അക്വയർ ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കോമ്പൻസേഷനോ അല്ലെങ്കിൽ എനി പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. സെക്കൻഡ് പോയിന്റ് ക്ലിയർ അല്ലേ? എനി കോമ്പൻസേഷൻ ഓർ അതർ പേയ്മെൻറ്റ്, എന്തെങ്കിലും ഒരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ട് കണക്കാക്കും. അതൊരു ഏജൻസി ബേസ്ഡിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മുടെ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ഒരു അസറ്റ്സ് അക്വയർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ എമൗണ്ട് ആണെങ്കിൽ അത് ബിസിനസ് ഇൻകം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻകം ഡിറൈവ്ഡ് ബൈ എ ട്രേഡ്, പ്രൊഫഷൻ ഓർ സിമിലർ അസോസിയേഷൻ ബൈ വേ ഓഫ് റെൻഡറിങ് ഓഫ് സ്പെസിഫിക് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ട്രേഡ് ബേസിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബേസിൽ അവരുടെ കച്ചവടമല്ലാതെ ഏതെങ്കിലും ഒരു സർവീസ് നടത്തിയിട്ടുണ്ട്, അതിൽ നിന്ന് ഇൻകം എക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ദ നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് എല്ലാവർക്കും അറിയാവുന്ന ടേമാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കയറ്റുമതി. ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുമതി. ഇറക്കുമതി ലൈസൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിനെ നമുക്ക് എന്തായിട്ട് പറയാം? ബിസിനസ് ഇൻകം ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്യാഷ് അസിസ്റ്റൻസ് ഗ്രാൻഡഡ് അണ്ടർ എനി എക്സ്പോർട്ട് സ്കീം. ഇനി എക്സ്പോർട്ട് സ്കീമിൽ ക്യാഷ് അസിസ്റ്റൻസ് നമുക്ക് ഗ്രാൻഡായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ട് കണക്കാക്കണം. നെക്സ്റ്റ് വൺ, എനി റീഫണ്ട് ഓഫ് എക്സൈസ് ഓർ കസ്റ്റം ഡ്യൂട്ടി അണ്ടർ എനി സ്കീം ഓഫ് എക്സ്പോർട്ട് ഗ്രാൻഡഡ് ആസ് ഡ്യൂട്ടി ഡ്രോബാക്ക്. എക്സ്പോർട്ട് ബിസിനസ് നടത്തിയിട്ട് അതിൻ്റെ ഒരു ഡ്യൂട്ടി ഡ്രോബാക്ക് ആയിട്ട്, ഡ്യൂട്ടി പേയ്മെൻ്റ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നത്. എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ നമുക്ക് എക്സ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ്. ആ എക്സ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ റീഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? ബിസിനസ് ഇൻകം ആയിട്ട് കണക്കാക്കണം.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓർ പെർക്വിസിറ്റ് വെദർ കൺവേർട്ടബിൾ ഇൻ ടു മണി ഓർ നോട്ട് ഒബ്റ്റെയിൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് ഓർ എക്സസൈസ് ഓഫ് എ പ്രൊഫഷൻ. നമുക്ക് വാല്യൂ ഓഫ് ബെനിഫിറ്റ്, ഏതെങ്കിലും ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു ക്ലെയിം, അതിനെയാണ് നമ്മൾ ബെനിഫിറ്റ് ഓർ പെർക്വിസിറ്റ് എന്ന് പറയുന്ന വേർഡിൽ പറയുന്നത്. വെദർ കൺവേർട്ടബിൾ ഇൻ ടു മണി, നമുക്ക് ചിലപ്പോൾ കൺവേർട്ട് ചെയ്യാനായിട്ട് മോണിറ്ററി ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ടേമിലേക്ക്, ബിസിനസ് ഇൻകത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ, ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ ആവാം, കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, commission or remuneration received by a partner from the firm where he is a partner. Okay, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓർ സാലറി ഓർ ബോണസ് കമ്മീഷൻ റിസീവ്ഡ് ഫ്രം എ ഫേം, ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടേം ഓർ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി. ഫേമിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാലറിയോ അല്ലെങ്കിൽ ഒരു ലാഭവിഹിതമോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പലിശയോ ആണെങ്കിൽ നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല എന്നുള്ള ഒരു ടേമിൽ ഞാൻ കൺക്ലൂഡ് ചെയ്തിരുന്നു. അത് നമ്മൾ എടുക്കുന്നത് ഏതിലാണ്? ഇൻകം ഫ്രം ബിസിനസ്സിലാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു SSCക്ക് സാലറി ആവാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോണസ്, കമ്മീഷൻ ഓർ എനി അതർ റെമ്യൂണറേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അത് ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എനി സം റിസീവ്ഡ് ബൈ എൻ SSC അണ്ടർ എ കീമൻ ഇൻഷുറൻസ് പോളിസി ഇൻക്ലൂഡിംഗ് ദ സം അലോക്കേറ്റഡ് ബൈ വേ ഓഫ് ബോണസ് ഈസ് ടാക്സബിൾ ആസ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇതും സെയിം തന്നെ. ഇൻകം ഫ്രം സാലറി വന്നപ്പോൾ കീമൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് അവിടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് എനി സം റിസീവ്ഡ് ബൈ എൻ SSC, ഒരു SSCക്ക് കീമൻ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് ക്ലെയിം ഓർ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡിംഗ് ദ സം അലോക്കേറ്റഡ് ബൈ വേ ഓഫ് ബോണസ് ഈസ് ടാക്സബിൾ ആസ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിൻ്റ് നമുക്ക് പറയാനുള്ളത് ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത് വാങ്ങി വിൽക്കുന്ന ഒരു തരത്തിലുള്ള ബിസിനസ്സിനെയാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വാങ്ങുന്നത്, മറിച്ച് അത് വിൽക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുന്നതിനെയാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വൈക്കോല് വാങ്ങി വിൽക്കുന്ന ആൾക്കാർ, നെല്ല് വാങ്ങി വിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങി മറിച്ച് വിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്ന ഒരു പോയിൻറ്റും നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുമ്പോൾ വേർ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ക്യാരീഡ് ഓൺ ബൈ എൻ SSC ആർ ഓഫ് സച്ച് എ നേച്ചർ ആസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ബിസിനസ്. The business shall be deemed to be distinct and separate from any other business. ഇത് ബിസിനസ്സായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിലും അത് ഡീം ടു ബി ഡിസ്റ്റിങ്ക്റ്റ്, അതായത് സാധാരണ ഓർഡിനറി ബിസിനസ്സിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ബിസിനസ്സിനെയാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ഫ്രം എനി അതർ ബിസിനസ്, അതുകൊണ്ട് തന്നെ അത് മറ്റുള്ള ബിസിനസ്സുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. അതിലൊരു കാര്യം പറയുകയാണെങ്കിൽ സാധാരണ നടക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രൊസീജിയർ ആയിരിക്കും. അതേസമയം സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രൊസീജിയർ ആയിരിക്കില്ല. ഒരു ചെറിയൊരു പീരീഡിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ കേസിലോ മാത്രം നടത്തുന്ന ഒരു ബിസിനസ്സിനെയാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഉത്തരം എഴുതേണ്ടത്? സോ വാട്ട് ഈസ് മെൻ ബൈ എ സ്പെക്കുലേറ്റീവ് ബിസിനസ്? It is a business where sale or purchase of a commodity including stock,
and shares is periodically or ultimately settled otherwise than by the actual delivery of or transfer of goods or security. അപ്പോൾ വലിയ സെൻറ്റൻസ് ആണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ ഞാൻ വായിച്ചത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നോക്കാം. സ്പെക്കുലേറ്റീവ് ബിസിനസ് ഈസ് എ ബിസിനസ്. സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നതും ഒരു ബിസിനസ്സാണ്. പക്ഷെ അവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? സെയിൽ ഓർ പർച്ചേസ് ഓഫ് എ കമ്മോഡിറ്റി. വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാം. അത് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാവുന്ന ഒരു ബിസിനസ്. ഇൻക്ലൂഡിങ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? സ്റ്റോക്കോ ഷെയറോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് ഇയർ അത് വരുന്നില്ല. ഇറ്റ് ഈസ് പീരിയോഡിക്കലി ഓർ അൾട്ടിമേറ്റ്ലി സെറ്റിൽഡ് അതർവൈസ്. കുറച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിൻ്റെ ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടോ ആയിരിക്കാം ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന കമ്മോഡിറ്റി നടക്കുന്നത്. then by the actual delivery of or transfer of goods or security. നമ്മൾ ആക്ച്വലായിട്ട് ഡെലിവറി ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാം. ഇങ്ങനെയുള്ളതിനെ നമുക്ക് എന്തായിട്ട് പറയാം? സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയാം. സോ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ബിസിനസ്സിൽ നടക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് സെയിൽ ഓർ പർച്ചേസ് ഓഫ് എ കമ്മോഡിറ്റി. വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാം. അതിലേതൊക്കെ ഈ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? സ്റ്റോക്കും ഷെയറും ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ അത് പീരിയോഡിക്കലായിട്ടുള്ള ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആക്ച്വൽ ഡെലിവറി ഓഫ് ഓർ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്. അതായത് ആക്ച്വൽ ഡെലിവറി കൊടുക്കണമെന്നില്ല, കൈമാറ്റം ചെയ്താലും മതി. അത് ഗുഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആയിരിക്കാം. എക്സാമ്പിൾ, സെറ്റിൽമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ത്രൂ റേറ്റ് ഡിഫറൻസ് ഇൻ ക്യാഷ്. ഇപ്പോൾ 5 രൂപയുടെ സാധനം 10 രൂപയ്ക്ക് കൊടുത്തിട്ട് ആ 5 രൂപയുടെ സാധനം 10 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 5 രൂപ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അതിനെയൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയാം. അതായത് 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് 10 രൂപയ്ക്ക് കൊടുക്കുന്നു. അതിലുള്ള റേറ്റ് ഡിഫറൻസിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? സ്പെക്കുലേറ്റീവ് ബിസിനസ് ആയിട്ട് പറയുന്നത്. These are the points included in the scope of business as per section 28. ക്ലിയർ ആയില്ലേ? അപ്പം നിങ്ങൾ ഇതിൽ സ്കോപ്പ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഒരു 5-6 പോയിൻ്റെങ്കിലും നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ആ ഒരു 9 പോയിൻറ്റിൽ ഒരു 5-6 പോയിൻ്റ് പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്കോപ്പ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ബിസിനസ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ടു ബി റിമെമ്പേർഡ് അറ്റ് ദ ടൈം ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്ന ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ഈ പറഞ്ഞ പോയിൻ്റ് തന്നെ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. പേജ് നമ്പർ 159 ഞാൻ പറഞ്ഞു 10-15 പോയിൻ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് സെക്ഷൻ വൈസ് ആയിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ബേസിസ് ഓഫ് ചാർജ്. സെക്ഷൻ 28 നമുക്ക് ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് നോക്കണം. അതായത് സെക്ഷൻ 28 നമ്മൾ കുറേ സ്കോപ്പ് ഓഫ് ബിസിനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും അതിൻ്റെ സെക്ഷൻ വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൻ 28 സബ്സെക്ഷൻ ബേസിസിലാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത് ദ പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഓഫ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ സെക്ഷൻ 28 സബ്സെക്ഷൻ 1 പറയുന്നത് വാട്ട് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആസ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് എനി ബിസിനസ് പ്രൊഫഷൻ. ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ ആക്ച്വലായിട്ട് എത്ര പ്രോഫിറ്റ് ഓർ ഗെയിൻ കിട്ടിയിട്ടുണ്ട്. ഈ ആക്ച്വൽ പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നെ ആക്ച്വൽ പ്രോഫിറ്റ്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ സർപ്ലസ് എന്ന് പറയുന്നതാണ് ഗെയിൻ. പക്ഷെ നമുക്കത് ആക്ച്വലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഡിസലൗഡ് എക്സ്പെൻസസും ഡിസലൗഡ് ഇൻകവും അതുപോലെ തന്നെ അലൗഡ് എക്സ്പെൻസസും അലൗഡ് ഇൻകവും കൂടി കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇൻകം ഫ്രം ബിസിനസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 28 സബ്സെക്ഷൻ 1 പറയുന്നത്. ഓക്കെ, ഇനി സബ്സെക്ഷൻ 2 പറയുന്നത് ഇൻകം ഡിറൈവ്ഡ് ബൈ എ ട്രേഡ് പ്രൊഫഷൻ ഓർ സിമിലർ അസോസിയേഷൻ ഫ്രം സ്പെസിഫൈഡ് സർവീസസ് പെർഫോംഡ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്.
ബിസിനസ് നടത്തുന്നവർ അവരുടെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഓർ ദ യൂസേഴ്സ് എന്ന് പറയുന്നവർക്ക് എന്ത് നടത്തിയിരിക്കണം? ഒന്നില്ലെങ്കിൽ ട്രേഡ് ആക്ടിവിറ്റീസ് നടത്തിയിരിക്കണം, അല്ലെങ്കിൽ ഒരു സർവീസിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എനി അതർ സിമിലർ അസോസിയേഷൻ, ഏതെങ്കിലും ഒരു ഫേം ആയിരിക്കാം, ഒരു കമ്പനി ആയിരിക്കാം, അവിടെ നടക്കുന്നത് കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രേഡ് ആസ്പെക്റ്റ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവിടെ നടന്നിരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 28 സബ്സെക്ഷൻ 2 പറയുന്നത്. ഇനി സബ്സെക്ഷൻ 3 പറയുന്നത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. 4 ക്ലോസ് ആയിട്ടാണ് പറയുന്നത്. ഈ 4 ക്ലോസും കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ് ഓർ ഡ്യൂട്ടി എൻടൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക്, cash assistance received or receivable by an exporter under any scheme of the government export duty drawback. അതായത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ് സെക്ഷൻ 28 സബ്സെക്ഷൻ 3 എ ബി സി ഡി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ലൈസൻസിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടത്തിയിട്ട് നമുക്കൊരു ഗെയിൻ സമ്പാദിക്കുകയോ, അതുപോലെ തന്നെ എക്സ്പോർട്ട് ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് റീഫണ്ടോ റീഇംബേഴ്സ്മെൻറ്റോ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് പറയാം? നമ്മളുടെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആയിട്ട് പറയാം ആസ് പെർ സെക്ഷൻ 28 സബ്സെക്ഷൻ 3. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കീമിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് ആക്ടിവിറ്റീസ് നടത്തിയിട്ടുള്ളതിൽ എന്തെങ്കിലും ഒരു അസറ്റ്സ് ഗവൺമെൻറ് അക്വയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില സമയത്തൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്ത് പോവുക എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു അസറ്റ് അക്വയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സെക്ഷൻ 28 സബ്സെക്ഷൻ 3 ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ 28 സബ്സെക്ഷൻ 4 ആണ്. ഇവിടെ പറയുന്നത് ബെനിഫിറ്റ്സ് ഓർ ദ പെർക്വിസിറ്റ്സ്. The value of any benefit or perquisite, whether convertible into money or not, arising from the business or the exercise of profession. നമുക്ക് ആക്ച്വൽ റിലേറ്റഡ് ടു ദ ബിസിനസ് അല്ല, അതല്ലാതെ തന്നെ എനി ബെനിഫിറ്റ്സ് ഓർ പെർക്വിസിറ്റ്സ് റിലേറ്റഡ് ടു ദ ബിസിനസ് കൺവേർട്ടബിൾ ഇൻ ടു മണി. നമുക്ക് വേറെ ഏതെങ്കിലും ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്ന അലവൻസോ നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് എന്നോ ആ ബെനിഫിറ്റ് എന്നോ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം? ഇറ്റ് ഷുഡ് ബി കൺവേർട്ടബിൾ ഇൻ ടു മോണിറ്ററി ബേസിസ്. മണി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ക്ലിയർ എക്സാമ്പിളാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഗുഡ്വിൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റാണ്. അത് നമുക്ക് മോണിറ്ററി ടേമിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മോണിറ്ററി വാല്യൂ നമുക്ക് എന്തായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും? ബിസിനസ് ഇൻകം ആയിട്ട് ആസ് പെർ സെക്ഷൻ 28 സബ്സെക്ഷൻ 4 നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ 28(5) ആണ്. സെക്ഷൻ 28(5) പറയുന്നത് ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ ഓർ എനി അതർ റെമ്യൂണറേഷൻ ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ ഫ്രം എ ഫേം. ഇവിടെ SSC എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന ആളല്ല, പക്ഷെ അദ്ദേഹം ഏതെങ്കിലും ഒരു ഫേമിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ പാർട്ട്ണറോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറോ ആയിരിക്കാം. അങ്ങനെ ഒരാൾക്ക് സാലറിയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ബോണസോ കമ്മീഷനോ റെമ്യൂണറേഷനോ കിട്ടുകയാണെങ്കിൽ സെക്ഷൻ 28(5) പ്രകാരം അത് ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ 28(5) തന്നെ എ സബ്സെക്ഷൻ ആണ്. എനി സം റിസീവ്ഡ് ഫോർ നോട്ട് ക്യാരിയിങ് ഔട്ട് എനി ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു എനി ബിസിനസ് ഓർ നോട്ട് ടു ഷെയർ എനി നോ ഹൗ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് എക്സെട്ര. ഇപ്പം ഞാൻ ഒരു ടാലൻറ്റഡ് പേഴ്സൺ ആണ്, ഞാനൊരു ഇൻവെൻഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ശില്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടൊരു ഡ്രോയിങ് ഉണ്ട്. ഇത് ഞാൻ വേറൊരാൾക്ക് ഒരു കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ഒരു പേറ്റൻ്റ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അതിനെനിക്ക് എന്തെങ്കിലും ക്ലെയിം അല്ലെങ്കിൽ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എനിക്ക് അക്വയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 28(5) പ്രകാരം അത് നമ്മൾ എന്തായിട്ട് പറയും? ബേസ് ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമ്മളൊരു ബിസിനസ് നടത്തുന്നില്ല, ഒരു പ്രൊഫഷൻ നടത്തുന്നില്ല, പക്ഷേ എൻ്റെ ഒരു പ്രൊഡക്ഷൻ,
എൻ്റെ ഒരു ടാലൻറ്റ് ഞാനൊരിതൊരു കോപ്പി റൈറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്കായിട്ട് അല്ലെങ്കിൽ ഒരു പേറ്റൻ്റായിട്ട് വേറെ ആർക്കെങ്കിലും വിൽക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, വേറെ ഒരു ബിസിനസ് ആക്ടിവിറ്റീസും നടത്തുന്നില്ല, ഇത് മാത്രം നമ്മൾ സെയിൽ ചെയ്തിട്ട് നമുക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ സെക്ഷൻ 28(5)(a) പ്രകാരം അത് നമുക്ക് എന്തായിട്ട് പറയാം? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ മീൻസ് വിൽക്കുക, വാങ്ങാം. ഇപ്പോൾ ഒരു വൈക്കോല് കച്ചവടക്കാരൻ വൈക്കോല് കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, അത് കന്നുകാലി വളർത്തുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു. അപ്പോൾ വാങ്ങുക, വിൽക്കുക. അപ്പോൾ ഒരു ലാൻഡ് പ്രോപ്പർട്ടി ഞാൻ വേറെ കൈമാറ്റം ചെയ്യാൻ വേണ്ടി വാങ്ങുന്നു, നല്ലൊരു ബയ്യർ വരുമ്പോൾ ഞാനത് സെയിൽ ചെയ്യുന്നു. അങ്ങനെയുള്ള ബിസിനസ് ട്രാൻസാക്ഷന് നമുക്ക് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. അതിൻ്റെ ഡെഫിനേഷനൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, എനി സം റിസീവ്ഡ് അണ്ടർ കീമൻ ഇൻഷുറൻസ് പോളിസി ഇൻക്ലൂഡിങ് ബോണസ് ഓൺ സച്ച് പോളിസി. അതായത് നമുക്ക് കീമൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ഇൻകം ഫ്രം സാലറി പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എംപ്ലോയറുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അവരുടെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്കീം ഓഫ് ഇൻഷുറൻസിൽ ചേർന്നിട്ട് എന്തെങ്കിലും ക്ലെയിം കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് കീമൻ ഇൻഷുറൻസ് പോളിസി പ്രകാരം ഏതെങ്കിലും ഒരു SSCക്ക് കോമ്പൻസേഷനായിട്ട് അല്ലെങ്കിൽ ക്ലെയിം ആയിട്ട് ഇനി എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തിൻ്റെ അണ്ടറിൽ കൊണ്ടുവരണം? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ കൊണ്ടുവരണം. ഒരിക്കലും ഇൻകം ഫ്രം സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം നേരത്തെ പറഞ്ഞ സ്കോപ്പ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് സെക്ഷൻ വൈസായിട്ട്, സബ്സെക്ഷൻ വൈസായിട്ട് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ മൊത്തമായിട്ട് തിയറി ഭാഗമാണ് പറയുന്നത്. ഞാൻ പ്രോബ്ലത്തിലേക്ക് ഒന്നും പോകുന്നില്ല. അതായത് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മാത്രമേ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡ് പേജ് നമ്പർ 162 എടുക്കാം. പേജ് നമ്പർ 162 ഞാൻ എടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നതാണ് ആദ്യം പഠിക്കുന്നത്. രണ്ടാമതായിട്ടാണ് ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറയുന്നത് പഠിക്കേണ്ടത്. ഇൻകം ഫ്രം പ്രൊഫഷൻ പഠിക്കുമ്പോൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്ന കാൽക്കുലേഷൻ്റെ ചെറിയ വ്യത്യാസത്തോടു കൂടിയിട്ടാണ് ഇൻകം ഫ്രം പ്രൊഫഷൻ പഠിക്കുന്നത്. ബിക്കോസ് ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്, ബിക്കോസ് ദ പ്രൊഫഷൻ ഈസ് നോട്ട് എ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രൊഫഷൻ ആയതുകൊണ്ട് കാൽക്കുലേഷൻ എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ബിസിനസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ സെക്ഷൻ 29 ആണ് ഹൗ വി വിൽ കാൽക്കുലേറ്റ് ഇൻകം ഫ്രം ബിസിനസ് ആസ് പെർ ദ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം നമുക്ക് പറയുന്നത്. The profit and gains of business or profession shall be computed in accordance with the provisions contained in section 30-44 DB. It must, however, be noted that the allowance and deduction are not exhaustively listed. നമുക്ക് ഇവിടെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ പഠിച്ചപ്പോൾ സെക്ഷൻ 16 കുറേ ഡിഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ സെക്ഷൻ 24 പ്രകാരം ഡിഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ ഡിഡക്ഷനേക്കാൾ കൂടുതൽ ഡിസലൗഡ് എക്സ്പെൻസും ഡിസലൗഡ് ഇൻകവും അലൗഡ് എക്സ്പെൻസും അലൗഡ് ഇൻകവും കൂടിയുള്ള ഒരു കമ്പ്യൂട്ടേഷനാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡിഡക്ഷൻ എന്ന് പറയുന്നതിനോ അലവൻസ് എന്ന് പറയുന്നതിനോ കാര്യമായിട്ടുള്ളൊരു പ്രാധാന്യം ഇവിടെയില്ല. Then admissibility of deduction will depend upon the method of accounting followed by SSC subject to deeming provisions of the Act. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറഞ്ഞ പ്രൊവിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. So admissibility of deduction will depend upon the method of accounting followed by the SSC subject to deeming provisions of the Act. അപ്പോൾ അക്കൗണ്ടൻസി കറക്റ്റായിട്ട് അറിയാത്തൊരു സ്റ്റുഡൻറ്റിന് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഈ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഒരു ഇൻകം ടാക്സ് പഠിപ്പിക്കുന്ന ടീച്ചർ പറയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു റിവിഷൻ എന്ന് പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നതും ഒന്ന് റിവൈസ് ചെയ്തെടുക്കേണ്ടതാണ്. എനിക്കറിയാം നിങ്ങളിത് +1 +2 കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളൊരു പോർഷനാണ് പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതൊന്ന് റിവൈസ് ചെയ്തിട്ട് ദ ബേസ് ഓഫ് ദി കമ്പ്യൂട്ടേഷൻ ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ദ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഓക്കെ, so the profit for taxation purpose is different from the net profit as disclosed in the profit and loss account. So the base is net profit. നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് തന്നിട്ടുണ്ടാവുക ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ സം എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട് ആർ നോട്ട് അഡ്മിസിബിൾ ഫോർ ഇൻകം ടാക്സ് പർപ്പസ്. ഞാൻ പലപ്പോഴും ഇന്നത്തെ ഡിസ്കഷനിൽ ഡിസലൗഡ് എക്സ്പെൻസസ് അതുപോലെ തന്നെ അലൗഡ് എക്സ്പെൻസ്, ഡിസലൗഡ് ഇൻകം, അലൗഡ് ഇൻകം, അതാണ് ഇന്നത്തെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നതിൽ നമ്മൾ പഠിക്കേണ്ടത്. വാട്ട് ആർ ദ ഡിസലൗഡ് എക്സ്പെൻസസ്, വാട്ട് ആർ ദ ഡിസലൗഡ് ഇൻകംസ്, വാട്ട് ആർ ദ അലൗഡ് എക്സ്പെൻസസ് ആൻഡ് വാട്ട് ആർ ദ അലൗഡ് ഇൻകംസ്. ഈ കാറ്റഗറൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കാൽക്കുലേഷൻ നിൽക്കുന്നത്. എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം തിയറി തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഇവിടെ പറയുന്നത്, സം എക്സ്പെൻസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യാറുള്ളത്? സാലറി ഉണ്ടായിരിക്കാം, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഉണ്ടായിരിക്കാം, ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്, ഇൻട്രസ്റ്റ്, റെൻറ്റ്, ഡിസ്കൗണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻസ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, ബാഡ് ഡെറ്റ്സ് പ്രൊവിഷൻ ഉണ്ട്, റിട്ടേൺ ഓഫുകളുണ്ട്, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഉണ്ട്. ഇതെല്ലാതും നമ്മൾ ഡിസലൗഡ് എക്സ്പെൻസ് ആണോ അലൗഡ് എക്സ്പെൻസ് ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അതുപോലെ തന്നെ ഇൻകംസ് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. വാട്ട് ആർ ദ ഇൻകംസ് ക്രെഡിറ്റഡ് ഇൻ ദ P&L അക്കൗണ്ട്? നമുക്ക് റെൻറ്റ് റിസീവ്ഡ് ഉണ്ടായിരിക്കാം, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ടായിരിക്കാം, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഉണ്ടായിരിക്കാം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇതെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ്. ഇതിനെ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടും അതുപോലെ തന്നെ ഡിസലൗഡ് ഇൻകം ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ നമ്മൾ ഡിസലൗഡ് എക്സ്പെൻസ് എന്ന് പറയുന്നതും അലൗഡ് എക്സ്പെൻസ് എന്ന് പറയുന്നതും ഇതിൽ നിന്ന് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ലെസ് ചെയ്യാനോ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡ് എന്ന് പറയുന്നതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകം ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് ഡിസലൗഡ് ഇൻകവും അതുപോലെ തന്നെ അലൗഡ് ഇൻകവും സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡും ഇത് ക്രെഡിറ്റ് സൈഡാണ്. ഈ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നതിൽ ഡിസലൗഡ് ഇൻകം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അലൗഡ് ഇൻകം ഉണ്ടായിരിക്കും. അപ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം. ഡിസലൗഡ് ഇൻകം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം, ഡിസലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, അലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. ഈ സൈഡിൽ വന്നിട്ടുള്ള, അതായത് ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുള്ള ടോട്ടൽ ഇൻകത്തിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യണം, ഡിസലൗഡ് ഇൻകവും അതുപോലെ തന്നെ അലൗഡ് ഇൻകവും. അലൗഡ് ഇൻകം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, ഡിസലൗഡ് ഇൻകം ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യും. ഇതാണ് നമ്മളുടെ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നതിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളുടെ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഡിസലൗഡ് എക്സ്പെൻസ് ഉണ്ട്, ഡിസലൗഡ് ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ അലൗഡ് എക്സ്പെൻസ് ഉണ്ട്, അലൗഡ് ഇൻകം ഉണ്ട്.
അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസിസിലാണ്. അതിൽ നിന്നാണ് നമ്മൾ ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിന് ഒരു SSC കൊടുത്തിട്ടുണ്ടായിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഇതിൽ നിന്ന് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് എക്സ്പെൻസസ് നോട്ട് എസ് അഡ്മിസിബിൾ, അതായത് ഡിസലൗഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡിസലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ ആഡ് ചെയ്യണം. ഈ ഒരു കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ മെമ്മറിയിൽ വെച്ചാൽ മതി. അപ്പം ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഡിസലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ അലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ക്ലിയർ? ഡിസലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ ആഡ് ചെയ്യും. അത് മാത്രം ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഡിസലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ ആഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൗഡ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെസ് ചെയ്യും. ക്ലിയർ? അതുപോലെ തന്നെ ഡിസലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ ആഡ് ചെയ്യും. അതാണ് നമ്മൾ മെമ്മറിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസലൗഡ് ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അപ്പോൾ അലൗഡ് ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ വീണ്ടും പറയാം, ഡിസലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, അലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ ലെസ് ചെയ്യും. ഡിസലൗഡ് ഇൻകം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ലെസ്സാണ് ചെയ്യുന്നത്. അലൗഡ് ഇൻകം ആണെങ്കിൽ ആഡ് ചെയ്യും. അപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ക്ലിയർ ആയിട്ട് നോക്കുക. എക്സ്പെൻസ് ഡിസലൗഡും അതുപോലെ തന്നെ ഇൻകംസ് നോട്ട് ക്രെഡിറ്റഡ് ടു, അതായത് അലൗഡ് ഇൻകം ആണ് ആഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ലെസ് ചെയ്യുന്നത് ഇൻകം ഡിസലൗഡും അതുപോലെ തന്നെ എക്സ്പെൻസ് അലൗഡാണ്. അപ്പം ഞാൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ മെമ്മറിയിൽ വെക്കേണ്ടത് ഇതാണ്. നമ്മൾ ഈ ഫണ്ട് ഫ്ലോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് കറൻറ്റ് അസറ്റ് കൂടിയാൽ കൂട്ടും, കുറച്ചാൽ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിസിൽ, അതുപോലെ തന്നെ ബാങ്ക് റീകൺസിലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിങ് വരുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് കറണ്ട് ഇയർ ആണെങ്കിൽ നമ്മൾ കൂട്ടും, ഔട്ട്സ്റ്റാൻഡിങ് പ്രീവിയസ് ഇയർ ആണെങ്കിൽ കുറയ്ക്കും, അഡ്വാൻസ് കറണ്ട് ഇയർ ആണെങ്കിൽ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുക, അഡ്വാൻസ് പ്രീവിയസ് ഇയർ വരുമ്പോൾ നമ്മൾ ആ ഒരു ബേസിസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത് എക്സ്പെൻസ് ഡിസലൗഡ് ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യും, അതേസമയം ഇൻകം ആണെങ്കിൽ അലൗഡ് ഇൻകം ആണ് ആഡ് ചെയ്യുന്നത്. ലെസ് ചെയ്യുന്നത് അലൗഡ് എക്സ്പെൻസും ഡിസലൗഡ് ഇൻകം ആണ്. ക്ലിയർ അല്ലേ? അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് ബേസിസിൽ ഞാൻ പറയുകയാണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഡിസലൗഡ് എക്സ്പെൻസ് ആഡ് ചെയ്യണം, അലൗഡ് ഇൻകം ലെസ് ചെയ്യണം, അലൗഡ് എക്സ്പെൻസ് ലെസ് ചെയ്യണം, അതുപോലെ തന്നെ ഡിസലൗഡ് ഇൻകം ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നെറ്റായിട്ട് കിട്ടുന്നതാണ് ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇൻട്രഡക്ഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന സെക്ഷൻ 28 തുടങ്ങിയിട്ട് 44D വരെയുള്ള പോർഷനാണ്. അതിൽ തിയറി ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഡെഫിനിഷൻ ഓഫ് ദ ബിസിനസ്, ഡെഫിനിഷൻ ഓഫ് ദി പ്രൊഫഷൻ, അതായത് സെക്ഷൻ 213 പ്രകാരം വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ബിസിനസ്സും സെക്ഷൻ 236 പ്രകാരം വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദ പ്രൊഫഷൻ. അതുപോലെ തന്നെ നമ്മുടെ സ്കോപ്പ് ഓഫ് ബിസിനസ് ഇൻകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സെക്ഷൻ 28(1) സബ്സെക്ഷൻ 1 തുടങ്ങിയിട്ട് 5 വരെയുള്ള കമ്പ്യൂട്ടേഷൻ പറഞ്ഞു. അത് സെക്ഷൻ വൈസ് ആയിട്ട് വീണ്ടും എടുത്ത് പറയാനുള്ള കാരണം നന്നായി പഠിക്കണം, നന്നായി മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ആൾക്കാർ സെക്ഷൻ വൈസ് വെച്ചിട്ട് പഠിക്കുക. അല്ലാത്ത ആൾക്കാർ ജനറൽ ആയിട്ടുള്ള ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം പഠിച്ചാൽ മതി. അതായത് 28 സബ്സെക്ഷൻ 1, 2, 3, 4, 5 നന്നായി മാർക്ക് വാങ്ങിക്കണം എന്നുള്ളവർ അത് പഠിക്കുക. അല്ലാത്തവർ ജനറൽ ആയിട്ടുള്ള പോയിൻ്റായിട്ട് പഠിച്ചാൽ മതി. 2 കാറ്റഗറിക്കും കൂടിയിട്ട് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 തരത്തിൽ ഞാനത് പറഞ്ഞിട്ടുള്ളത്.
ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡിസലൗഡ് എക്സ്പെൻസ്, ഡിസലൗഡ് ഇൻകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് ബിസിനസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെന്നും, അതുപോലെ തന്നെ പ്രൊഫഷൻ ആണെങ്കിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നതും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.